السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ച ദിനമാണ്, ജുമുഅ ദിവസമാണ്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് ജുമുഅ ദിവസമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാ അല്ലാഹ് വലിയ അതിമഹത്തായ ഒരു ദിക്ർ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ പണ്ടൊക്കെ നിങ്ങൾ ഈ ഒരു ദിക്ർ നിങ്ങളുടെ വീടുകളിൽ പതിവായി നിങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ ചൊല്ലിയതായി നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലുണ്ടാകാം. പക്ഷേ ഇന്നത്തെ ഈ കാലത്തിൻ്റെ പുരോഗതിയുടെ മുമ്പിൽ ആധുനിക ജീവിതം നമ്മളിലേക്ക് കടന്നുകയറ്റം ചെയ്തപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്ന, ഉമ്മാമ്മമാർ, ഉപ്പാപ്പമാർ ചെയ്തിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മിൽ നിന്നും, നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വീണ്ടെടുത്തും കൊണ്ട് വീണ്ടും സജീവമാക്കേണ്ട ഒരു ആവശ്യം ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി തന്നെ ആ കഴിഞ്ഞുപോയ ഒരു പ്രതാപം തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തിൽ വളരെ അതിമഹത്തായ, വളരെ പരിശുദ്ധമായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദിക്റാണ് നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കേട്ടിരിക്കും, കൻജുൽ അർശ്. കൻജുൽ അർശ് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ദിക്ർ, അതിവിശിഷ്ടമായ ഒരു ദിക്ർ. അർശിലെ നിധിയാണ് ഈ കൻജുൽ അർശ്. അള്ളാഹുവിൻ്റെ അർശിലെ ഏറ്റവും വലിയ ഒരു നിധി. നടക്കാത്ത ഏത് കാര്യവും നടത്തിത്തരുന്നതായിരിക്കുന്ന മഹത്തായ ഒരു ദിക്ർ. അതുപോലെ തന്നെ കോടാനിക്കോടി കടങ്ങളുണ്ടെങ്കിൽ പോലും അത് വീട്ടാൻ മാത്രം ശക്തിയുള്ളതായിരിക്കുന്ന ഒരു ദിക്ർ. അതുപോലെ മനസ്സിലെ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബേജാറുകളുണ്ടെങ്കിലും അതൊക്കെയും മാറ്റിത്തറുന്നതായിരിക്കുന്ന ദിക്ർ, അതൊക്കെയും മാറ്റാൻ കഴിവുള്ളതായിരിക്കുന്ന അതിമഹത്തായ ദിക്ർ. അതുപോലെ തന്നെ പിന്നെ എന്ത് പ്രശ്നങ്ങളും എന്ത് ഉദ്ദേശങ്ങളും മുറാദുകളും നിനക്കുണ്ടെങ്കിലും, നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെയും വീടി കിട്ടുന്ന വളരെ മഹത്തായ ദിക്റാണ്. പ്രിയപ്പെട്ടവരെ, അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചും കൊണ്ട് അതിൻ്റെ അതേ രീതിയിൽ ആ ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത്. യഥാർത്ഥത്തിൽ ഈ കൻജുൽ അർശ് എന്നുള്ളത്, അതിൻ്റെ പേര് കൻജുൽ അർശ് എന്നല്ല, കൻസുൽ അർശ് എന്നാണ്. കൻസുൽ അർശ് എന്ന് പറഞ്ഞാൽ അർശിലെ നിധി, അള്ളാഹുവിൻ്റെ ആ സിംഹാസനത്തിലെ നിധി എന്നാണ് ഈ ദിക്റിൻ്റെ പേര്. അത്രയും വലിയ ഒരു ദിക്റാണ്. ഇതിനേക്കാൾ മുകളിൽ മറ്റൊരു ദിക്റില്ല. അതുകൊണ്ടാണ് അതിന് അങ്ങനെ പേര് വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ മഹത്തായ ദിക്ർ പണ്ട് നമ്മുടെ ഉമ്മാമ്മമാർ, ഉപ്പാപ്പമാർ നിരന്തരം ഇടമുറിയാതെ രാവും പകലും ചൊല്ലി വന്നതായിരുന്നു. ഇത് ചുരുങ്ങിയത് ഒരു 21 ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്ന നിലയ്ക്ക് നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം നിങ്ങളുടെ പ്രയാസങ്ങളാണ് മാറിക്കിട്ടുന്നത്, ഏതെല്ലാം രോഗങ്ങൾക്കാണ് ശമനമുണ്ടാകുന്നത്. എത്രയെത്ര കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ അനുഭവം വെളിച്ചം നമ്മളോട് പറയുകയാണ്. കൻജുൽ അർശ് പറഞ്ഞു കൊടുത്തപ്പോൾ, അത് അവരുടെ ജീവിതത്തിൽ നിത്യമാക്കിയപ്പോൾ, ദായ്മയാക്കിയപ്പോൾ അവരുടെ കടങ്ങൾ വീടിക്കിട്ടിയത്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടിയത്. അതുപോലെ തന്നെ മക്കളുടെ കല്യാണം ശരിയാവാതെ വന്നപ്പോൾ കൻജുൽ അർശ് നേർച്ച വെച്ച് ചൊല്ലിയ കാരണത്താൽ അത് വീട് കിട്ടിയത്. അതുപോലെ തന്നെ വീട് പണി പകുതിയായി പല തടസ്സങ്ങളും നേരിട്ടപ്പോൾ അതൊക്കെയും കൻജുൽ അർശ് കാരണമായി മാറിക്കിട്ടിയത്.
ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് അനുഭവങ്ങൾ പലരുടെയും അനുഭവങ്ങൾ അവർ പറയുകയാണ്. അതുപോലെ തന്നെ ഈ കഞ്ചുൽ അർഷിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കഞ്ചുൽ അർഷ് ഒരാൾ പതിവാക്കുന്ന മനുഷ്യൻ ഒരിക്കലും അവൻ അപകടത്തിൽ മരിച്ചു പോവില്ല എന്നാണ്. അപകട മരണങ്ങൾ, ആക്സിഡൻറ്റ് പോലെയുള്ള മുസീബത്തുകൾ അധികരിച്ച കാലമാണ്. എന്നാൽ കഞ്ചുൽ അർഷ് നിത്യമാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. മരിക്കും, അത് വേറെ വിഷയം, മരണം വരുമ്പോൾ മരിക്കും. പക്ഷേ അപകട മരണത്തിൽ അവൻ പെട്ടുപോവുകയില്ല. പെട്ടെന്നുണ്ടാകുന്ന മരണം അവനിക്കുണ്ടാവില്ല. തൗബ കിട്ടാതെ കാര്യങ്ങളൊക്കെ വസിയത്ത് ചെയ്യേണ്ട ആളുകളോട് വസിയത്ത് ചെയ്യാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥ അവനിക്കുണ്ടാവില്ല. അതുപോലെ സിഹിർ, മാരകമായ സിഹിർ, അതൊരിക്കലും കഞ്ചുൽ അർഷ് പതിവാക്കുന്ന മനുഷ്യർക്ക് സിഹിർ ഏൽക്കുകയില്ല. ഇങ്ങനെ എത്ര ആഗ്രഹങ്ങൾ, എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിൽ, ഹജ്ജിന് പോകണമെന്ന ആഗ്രഹം, ഉംറ നിർവഹിക്കണമെന്ന ആഗ്രഹം, ഹബീബായ നബി തങ്ങളുടെ റൗള സിയാർ ചെയ്യണമെന്ന ആഗ്രഹം, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി വിദേശത്തിന് പോകണമെന്ന ആഗ്രഹങ്ങൾ, ഇങ്ങനെ പല മുറാദുകളും കഞ്ചുൽ അർഷ് കാരണമായി വീടിക്കിട്ടിയ എത്രയോ സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ണേർ എന്ന് പറഞ്ഞാൽ കണ്ണേര് കൊണ്ടൊരു മനുഷ്യനെ കൊന്നുകളയാൻ പോലും സാധിക്കുമെന്നാണ്. അൽ ഐനു ഹഖ്ഖുൻ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കണ്ണേർ സത്യമാണ്. കണ്ണേർ സിഹിറിൻ്റെ ഒരു ഭാഗമാണ്. സിഹിർ തന്നെയാണ് കണ്ണേർ എന്നുള്ളത്. അപ്പോൾ കഞ്ചുൽ അർഷ് പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും അത്തരക്കാരെ കണ്ണേർ തൊട്ടു തീണ്ടുക പോലും ചെയ്യുകയില്ല. അതുപോലെ തന്നെ കച്ചവടത്തിൽ ബറക്കത്ത്, കുടുംബത്തിൽ ബറക്കത്ത്, മക്കളിൽ ബറക്കത്ത് കിട്ടണമെങ്കിൽ കഞ്ചുൽ അർഷ് പതിവായിക്കോ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹവും നമ്മുടെ അവസാനത്തെ ആഗ്രഹവും ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടണം. അതായത് മരിക്കുന്ന സമയത്ത് നല്ല മരണം, കലിമ ചൊല്ലിയും കൊണ്ടുള്ള, നല്ല പുഞ്ചിരിച്ചും കൊണ്ടുള്ള ഒരു മരിക്കണമെന്നാണ് ഏതൊരു മുസൽമാൻ്റെയും ഒരാഗ്രഹം, അഭിലാഷം. ആ അഭിലാഷം പൂർത്തിയായി കിട്ടണമെങ്കിൽ, ആ ആഗ്രഹം നിറവേറി കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കഞ്ചുൽ അർഷ് പതിവായിക്കോളി. കഞ്ചുൽ അർഷ് പതിവാക്കിയ ആളുകൾ തീർച്ചയായും ഈമാനോടുകൂടിയല്ലാതെ, കലിമ ചൊല്ലിട്ടല്ലാതെ അവനിക്ക് മരിക്കാൻ സാധ്യമേ ഇല്ല പ്രിയപ്പെട്ടവരെ. മാത്രമല്ല മീസാനിൽ ഏറ്റവും വലിയ ഭാരം തൂങ്ങുന്ന അമലായി മഹാന്മാർ സൂചിപ്പിച്ച ഒരു മഹത്തായ ദിക്റാണ് കഞ്ചുൽ അർഷ്. കാരണം ഈ കഞ്ചുൽ അർഷ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു പോയ ദിക്റല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ മഹത്തായ തൗഹീദിൻ്റെ വചനമടങ്ങുന്ന പരിശുദ്ധ ദിക്റാണ്. മുഴുവനും ഇതിൽ അസ്മാഉൽ ഹുസ്ന അടക്കമുള്ള പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ പരിശുദ്ധ ദിക്റാണ് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകവും അതിലുള്ള സർവ്വ വസ്തുക്കളും മീസാന്റെ ത്രാസിൻ്റെ ഒരു തട്ടിൽ വെക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധമായിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വചനം ത്രാസിൻ്റെ മറ്റേ തട്ടിൽ തൂക്കിക്കഴിഞ്ഞാൽ ലമാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. ആ എല്ലാ വസ്തുക്കളെക്കാളും ഏറെ തൂക്കം, ഭാരമുണ്ടാവുക ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതടങ്ങുന്ന പരിശുദ്ധ ദിക്റാണ് കഞ്ചുൽ അർഷ് അല്ലെങ്കിൽ കൻസുൽ അർഷ്. അതിനേക്കാൾ മുകളിൽ മറ്റൊരു ദിക്ർ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് സാധിക്കുമെങ്കിൽ രാത്രിയും പകലും ചൊല്ലൽ ഏറ്റവും നല്ലതാണ്. ഇനി അതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ പതിവാക്കി വരണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മളൊരു തീരുമാനമെടുക്കുക. ഞാൻ കഞ്ചുൽ അർഷ് ദിവസവും ഓരോ പ്രാവശ്യമെങ്കിലും ഓതിയിട്ടല്ലാതെ ഞാൻ കിടന്നുറങ്ങുകയില്ല, എൻ്റെ കാര്യം തുടങ്ങുകയില്ല എന്ന് തീരുമാനിച്ചോ. എന്നാൽ ആ തീരുമാനത്തോടു കൂടി തന്നെ അള്ളാഹു താല നമുക്കതിന് സാധിപ്പിച്ചു തരും. അള്ളാഹു നമുക്കതിന് വഴികൾ തുറന്നു തരും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന് തുടക്കം കുറിക്കാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്ന് ചൊല്ലാം ആ ദിക്ർ, ആ കഞ്ചുൽ അർഷ് നമുക്ക് ഒന്നിച്ച് ചൊല്ലാം പ്രിയപ്പെട്ടവർ. എൻ്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും ചൊല്ലുക. അതിനുശേഷം പിന്നെ നിത്യവും നിങ്ങളെല്ലാവരും ഇത് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പറയുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആ ദിക്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും പറയണേ പ്രിയപ്പെട്ടവർ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
لا إله إلا الله سبحان الملك القدوس لا إله إلا الله سبحان العزيز الجبار لا إله إلا الله سبحان الرؤوف الرحيم لا إله إلا الله سبحان الغفور الحليم لا إله إلا الله سبحان الكريم الحليم لا إله إلا الله سبحان القوي الوفي لا إله إلا الله سبحان اللطيف الخبير لا إله إلا الله سبحان الصمد المعبود لا إله إلا الله سبحان الغفور الودود لا إله إلا الله سبحان الوكيل الكفيل لا إله إلا الله سبحان الرقيب الحفيظ لا إله إلا الله سبحان الدائم القائم لا إله إلا الله سبحان المحيي المميت لا إله إلا الله سبحان العليم العلام لا إله إلا الله سبحان الشافي الكافي لا إله إلا الله سبحان العظيم الباقي لا إله إلا الله سبحان الصمد الأحد لا إله إلا الله سبحان الرب السماوات والأرض لا إله إلا الله سبحان الخالق المخلوقات لا إله إلا الله سبحان من خلق الليل والنهار لا إله إلا الله سبحان الفتاح العليم لا إله إلا الله سبحان الخالق البارئ الرازق لا إله إلا الله سبحان العزيز الغني لا إله إلا الله سبحان الغفور الشكور لا إله إلا الله سبحان العظيم الأعظم لا إله إلا الله سبحان ذي الملك والملكوت لا إله إلا الله سبحان ذي العزة والعظمة لا إله إلا الله سبحان ذي الهيبة والقدرة لا إله إلا الله سبحان ذي الكبرياء والجبروت لا إله إلا الله سبحان الستار العظيم لا إله إلا الله سبحان عالم الغيب والشهادة لا إله إلا الله سبحان الحميد المجيد لا إله إلا الله سبحان الحكيم العليم لا إله إلا الله سبحان القادر الغفار لا إله إلا الله سبحان السميع العليم لا إله إلا الله سبحان القادر الغفار لا إله إلا الله سبحان السميع العليم لا إله إلا الله سبحان من هو الرحمن الرحيم لا إله إلا الله سبحان الملك القدوس لا إله إلا الله سبحان الملك القدوس السلام لا إله إلا الله سبحان المؤمن المهيمن العلام لا إله إلا الله سبحان الجليل الجبار المتكبر لا إله إلا الله سبحان الغفار الوهاب القهار لا إله إلا الله سبحان الرازق الفتاح العليم لا إله إلا الله سبحان القابض الباسط الرافع لا إله إلا الله سبحان المعز المذل السميع لا إله إلا الله سبحان البصير الحكم العدل لا إله إلا الله سبحان الحليم الغفور الشكور لا إله إلا الله سبحان العلي الكبير الحفيظ لا إله إلا الله سبحان المقيت الحسيب الجليل لا إله إلا الله سبحان الكريم الرقيب المجيب لا إله إلا الله سبحان الحكيم الودود لا إله إلا الله سبحان المجيد الباعث الشهيد لا إله إلا الله سبحان الحق الوقي سبحان الحق الوكيل العلي لا إله إلا الله سبحان القوي المتين الوفي لا إله إلا الله سبحان الحميد المحصي المبدئ
لا إله إلا الله سبحان المعيد المحيي المميت. لا إله إلا الله سبحان الواحد الحي القيوم. لا إله إلا الله سبحان الماجد الواحد الأحد. لا إله إلا الله سبحان الصمد القادر المقتدر. لا إله إلا الله سبحان المقدم المؤخر الأول. لا إله إلا الله سبحان الآخر الظاهر الباطن. لا إله إلا الله سبحان الوالي المستعان المتعالي. لا إله إلا الله سبحان البر التواب المنتقم. لا إله إلا الله سبحان العفو الرؤوف الرحيم. لا إله إلا الله سبحان مالك الملك. لا إله إلا الله سبحان ذي الجلال والإكرام. لا إله إلا الله سبحان المقسط الجامع. لا إله إلا الله سبحان الغني المغني. لا إله إلا الله سبحان المعطي المانع. لا إله إلا الله سبحان الضاد النافع النور. لا إله إلا الله سبحان الهادي البديع الباقي. لا إله إلا الله سبحان الوارث الرشيد الصبور. لا إله إلا الله سبحان الحكيم القديم. لا إله إلا الله سبحان القادر الستار. لا إله إلا الله سبحان السميع البصير. لا إله إلا الله سبحان الغني العظيم. لا إله إلا الله سبحان العلام السلام. لا إله إلا الله سبحان الملك النصير. لا إله إلا الله سبحان الغني الرحمن. لا إله إلا الله سبحان القريب المجيب. لا إله إلا الله سبحان ولي الحسنات. لا إله إلا الله سبحان الصبور الستار. لا إله إلا الله سبحان خالق النور والضياء. لا إله إلا الله سبحان الغني المعجز. لا إله إلا الله سبحان الفاضل الشكور. لا إله إلا الله سبحان الغني القديم. لا إله إلا الله سبحان ذي الجلال المبين. لا إله إلا الله سبحان الخالص المخلص. لا إله إلا الله سبحان الصادق الوعد. لا إله إلا الله سبحان الملك الحق المبين. لا إله إلا الله سبحان القوي العزيز. لا إله إلا الله سبحان من لا يموت ولا يفوت أبدا. لا إله إلا الله سبحان الحي القيوم الذي لا يموت. لا إله إلا الله سبحان قابل التوب الشديد العقاب. لا إله إلا الله سبحان القديم من كل شيء وبعد كل شيء. لا إله إلا الله سبحان الخالق البارئ المصور. لا إله إلا الله سبحان الفرد الصمد المدبر. لا إله إلا الله سبحان من كل شيء هالك إلا وجهه. لا إله إلا الله سبحان من كل شيء هالك إلا وجهه. لا إله إلا الله سبحان مالك يوم الدين. لا إله إلا الله سبحان العلام الغيوب. لا إله إلا الله سبحان الستار العيوب. لا إله إلا الله سبحان غفار الذنوب. لا إله إلا الله سبحان غافر الذنوب. لا إله إلا الله سبحان الغفار المستعان. لا إله إلا الله سبحان الحنان المنان. لا إله إلا الله سبحان رب العالمين. لا إله إلا الله سبحان الباعث الوارث الوهاب. لا إله إلا الله سبحان العدل المؤمن المهيمن. لا إله إلا الله سبحان السلطان الباسط. لا إله إلا الله سبحان الولي المحسن المبدع. لا إله إلا الله سبحان الواجد الماجد التواب. لا إله إلا الله سبحان المنتقم المنعم العفو. لا إله إلا الله سبحان المقدر القادر المقتدر. لا إله إلا الله سبحان الحبيب المقيت الحفيظ. لا إله إلا الله سبحان الحافظ الناصر القادر. لا إله إلا الله سبحان الهادي البديع الباقي.
لا إله إلا الله سبحان القابض الرافع الخافض لا إله إلا الله سبحان النور المقسط الجامع لا إله إلا الله سبحان المانع الضار النافع لا إله إلا الله سبحان الأجود المقدم الواسع لا إله إلا الله سبحان الراحم الرحمن الستار لا إله إلا الله سبحان المالك الرحيم الغفار لا إله إلا الله سبحان الحليم الرؤوف الوهاب لا إله إلا الله سبحان الجابر الكاشف الكروب لا إله إلا الله سبحان ذي الكرم الواهب العطيات لا إله إلا الله سبحان الشديد العقاب لا إله إلا الله سبحان غافر الذنوب والخطيئات لا إله إلا الله سبحان ذي الغفران المالك لا إله إلا الله سبحان ذي الغفران المالك الملك لا إله إلا الله سبحان الجليل الجبار المتكبر لا إله إلا الله سبحان رب الملائكة والروح لا إله إلا الله سبحان ذي الآلاء والنعماء لا إله إلا الله سبحان المقصود الموجود لا إله إلا الله سبحان الحق الناصر المعين لا إله إلا الله آدم صفي الله لا إله إلا الله نوح نجي الله لا إله إلا الله إبراهيم خليل الله لا إله إلا الله إسماعيل ذبيح الله لا إله إلا الله موسى كليم الله لا إله إلا الله داود خليفة الله لا إله إلا الله عيسى روح الله لا إله إلا الله محمد رسول الله صلى الله وسلم على خير خلقه ونور عرشه أفضل الأنبياء والمرسلين وحبيب رب العالمين حبيبنا وشفيعنا وسيدنا ومولانا ووسيلتنا إلى الله محمد وآله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു മഹത്തായ ദിക്ർ. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു സമാധാനം, വല്ലാത്ത ഒരു റാഹത്ത്. ഇങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ. ദിവസം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. നിരന്തരമായി ഒരു 21 ദിവസമോ 41 ദിവസമോ ഒന്ന് പതിവാക്കി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ, ഒരു ചേഞ്ചസ് വരുന്നതായി കാണാം. എല്ലാ കാര്യത്തിലും വളരെ വലിയ ഒരു സന്തോഷവും ഒരു റാഹത്തും നിങ്ങൾക്ക് കിട്ടുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ കൻസുൽ അർസ് നമ്മൾ പതിവാക്കുക. നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താനും നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഏറ്റവും ഫലവത്തായ ദിക്റാണ്. ഇതിനേക്കാൾ മുകളിൽ മറ്റൊരു ദിക്റില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും കൊണ്ട് ഇത് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. അള്ളാഹു തആല ഇത്തരം സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.